ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെവിടെയും കേട്ടുകേൾവിയില്ല. മാസം തോറും 35 കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ധനസഹായം അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനൊരു കണക്ക് വായിച്ചത് 33 ലക്ഷത്തോളം മറ്റോ ആളുകൾ ഇതിന് അർഹരായി മാറും. ഇത് നടപ്പാക്കുമ്പോൾ അത്രയും വീട്ടമ്മമാർക്ക് ഇതിന്റെ സേവനം ലഭിക്കും എന്നാണ്. എന്തിനാണ് വീട്ടമ്മമാരെ പ്രത്യേകമായി പരിഗണിച്ചത്? ഇവിടെ ഇപ്പൊ കുറെ വീട്ടമ്മമാരിരിക്കുന്നുണ്ട്. പലപ്പോഴും വീട്ടമ്മമാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒട്ടൊരു സങ്കോചത്തോടെ ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹൗസ് വൈഫാണ് എന്ന് പറഞ്ഞവരെ ഞാൻ ഓർമ്മിക്കുന്നു. എത്രയോ പേർ അങ്ങനെയാണ് പറയുന്നത്. ജോലിയൊന്നുമില്ല സഖാവേ, ഞാൻ ഹൗസ് വൈഫാണ് എന്ന് പറയും. പുരുഷന്മാരെയാണെങ്കിലും പരിചയപ്പെടുമ്പോൾ വൈഫ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതേ മറുപടിയാണ്. ഓൾക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. ഈ ഹൗസ് വൈഫാണ് വീട്ടമ്മ. ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നു, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ എങ്ങനെ ഇരിക്കും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ വെറുതെ ഇരിക്കും, ലഞ്ച് കഴിക്കും. അങ്ങനെയാണോ? അങ്ങനെ ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? ജോലിയൊന്നുമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ ശമ്പളം കിട്ടുന്ന പണിയില്ല എന്നുള്ളതാണ്. എന്നാൽ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലി എത്രയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏതെങ്കിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയല്ല, വീട്ടമ്മയാണ്. കേരളത്തിലെ വീടുകളിൽ ആദ്യം ഉറക്കമുണർന്നെഴുന്നേൽക്കുന്നതും ഏറ്റവും അവസാനം ഉറങ്ങാൻ കിടക്കുന്നതും വീട്ടമ്മയാണ്. ഉറക്കമുണർന്നെഴുന്നേൽക്കുന്ന ഒരു വീട്ടമ്മയുടെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മ കേരളത്തിൽ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലുണ്ട്? ഇല്ല. അതൊരു ജോലിയാണ്. എന്ത് ജോലി? പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി ഇന്റർവ്യൂ ചെയ്ത് അഡ്വൈസ് മെമ്മോ കൊടുത്ത് നിയമനം കൊടുക്കുന്ന ശമ്പള സ്കെയിലുള്ള ഒരു ജോലിയാണ് പാർട്ട് ടൈം സ്വീപ്പർ. അടിച്ചുവാരി വൃത്തിയാക്കുക ഒരു ജോലി. രാവിലെ ഉണർന്നാൽ ഉടനെ ഒരു ജോലി ചെയ്തു. ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? അത് വേറൊരു ജോലിയാണ്. കുക്ക്. അതിന് ശമ്പള സ്കെയിൽ വേറെയാണ്. PSC ജോലിയാണ്. കുടുംബാംഗങ്ങളുടെ തുണി അലക്കാത്ത ഏതെങ്കിലും വീട്ടമ്മയുണ്ടോ? അത് മറ്റൊരു ജോലിയാണ്. ഡോബി, അലക്കുകാരൻ, അലക്കുകാരി. അതൊക്കെ പ്രത്യേക സ്കെയിലാണ്. വീട്ടിൽ കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠന കാര്യങ്ങളിൽ സഹായിക്കുന്നത്, അന്വേഷിക്കുന്നത് ആരാണ്? അത് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരായ രക്ഷിതാക്കളോട് മകൻ അല്ലെങ്കിൽ മകൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളും ചോദിച്ചു നോക്ക്. പട്ടം ചോദിക്കണം. 6-ലാണോ അതോ 7-ലാണോ? ചെറിയൊരു സംശയം വരും. അതേസമയം വീട്ടമ്മമാരോട് ചോദിച്ചു നോക്കൂ, ഏത് ക്ലാസ്, ഏത് ഡിവിഷൻ, ഏത് ടീച്ചറാണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ, എല്ലാം ഹൃദയസ്ഥമായിരിക്കും. ആ കാര്യങ്ങളെല്ലാം അവരാണ് ശ്രദ്ധിക്കുക. ഒരാൾ വീട്ടിൽ കിടപ്പിലായിപ്പോയി, പരിചരിക്കുന്നത് ആരാണ്? ഒരു നഴ്സിന്റെ ജോലി. ഇതെല്ലാം ചെയ്യുന്നത് വീട്ടമ്മയാണ്. പക്ഷെ ഇങ്ങനെ പണിയെടുത്ത് നടുവൊടിഞ്ഞാലും ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്നാണ് പറയുക. അതെന്തുകൊണ്ടാണ്? പുരുഷാധിപത്യ സമൂഹം സ്ത്രീയെ അങ്ങനെ പാകപ്പെടുത്തിയെടുത്തു. ഈ പണിയൊന്നും ഒരു പണിയല്ല എന്ന ബോധമാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്. അതുകൊണ്ട് പണിയെടുത്ത് നടുവൊടിഞ്ഞാലും എങ്ങും മാനിക്കപ്പെടാത്ത ജോലിയായി വീട്ടമ്മമാരുടെ ജോലി തുടരുകയും കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്നത് വീട്ടമ്മമാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹൗസ് ഹസ്ബൻഡ് എന്നൊരു പ്രയോഗമുണ്ടോ? ഗവൺമെന്റ് ജോലി ഇല്ലാത്ത പുരുഷന്മാർ എത്ര പേരുണ്ട്? അവർ പറയോ, സഖാവേ എനിക്ക് ജോലിയൊന്നുമില്ല, ഞാൻ വീട്ടച്ഛനാണ് എന്ന് പറയൂ? അങ്ങനെയില്ല. അങ്ങനെ ഒരു വാക്കില്ല. ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. അത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു ദൗർബല്യമാണ്. അപ്പോ ഈ കാലം സമൂഹം കാണാതിരുന്ന, മാനിക്കാതിരുന്ന അധ്വാനം, വീട്ടമ്മമാരുടെ അധ്വാനം, കേരളത്തിന്റെ സമൂഹത്തെ, കുടുംബത്തെ, കുടുംബ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തുന്നതിൽ നിർണായകമായ വീട്ടമ്മമാർ, ആ അധ്വാനത്തെ ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വിലമതിക്കുന്നു. ചരിത്രത്തിലാദ്യമായി വിപ്ലവകരമായ ഒരു തീരുമാനമെടുക്കുന്നു. പതിറ്റാണ്ടുകളായി വിലമതിക്കപ്പെടാതെ പോയ, അടിച്ചമർത്തപ്പെട്ട കേരളത്തിലെ വീട്ടമ്മമാർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് മാസം തോറും അവർക്ക് അലവൻസ് കൊടുക്കണം, ധനസഹായം കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇനി ഒരർത്ഥത്തിൽ ശമ്പളം കിട്ടുന്നവരായി മാറുകയാണ്. ചെറിയ മാറ്റമാണ്. സ്ത്രീകളുടെ സർക്കാരാണ് കേരളത്തിലെ സർക്കാർ, വീട്ടമ്മമാരുടെ സർക്കാർ. ഇന്ത്യയിലെ ആദ്യത്തെ നടപടിയാണ്, വേറെവിടെയും ഉണ്ടായിട്ടില്ല. 33 ലക്ഷം പേർ അതിന്റെ ഗുണഭോക്താക്കളായി മാറും എന്നാണ് കണക്കാക്കുന്നത്. അവിടെ അവസാനിക്കുന്നില്ല.